പിതാവിനാൽ സ്നേഹിക്കപ്പെടുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. പ്രിയമുള്ളവരെ, ഇന്ന് തിരുസഭ വിശുദ്ധ മത്തിയാസ് അപ്പോസ്തലന്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഈ വിശുദ്ധന്റെ തിരുനാളിൻ്റെ അനുഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ, ആശംസകൾ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു. മത്തിയാസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സമ്മാനം, യഹോവയുടെ സമ്മാനം എന്നാണ്. 12 അപ്പോസ്തലന്മാരിൽ യൂദാസ് സ്കറിയോത്ത നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അപ്പോസ്തലന്മാരെല്ലാവരും പ്രാർത്ഥിച്ച് കുറിയിട്ട് തിരഞ്ഞെടുത്ത 12-ാം സ്ഥാനക്കാരനാണ് വിശുദ്ധ മത്തിയാസ് അപ്പോസ്തലൻ. അലക്സാൻഡ്രിയയിലെ ക്ലെമന്റ് നിക്കോളൈറ്റന്മാർ മത്തിയാസിനോട് പറയുന്ന ഒരു വാചകം രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ മാംസത്തോട് പോരാടണം, അതിന് യാതൊരു വിലയും നൽകരുത്, അതിനെ ആഹ്ലാദിപ്പിക്കുന്ന യാതൊന്നും സമ്മതിക്കരുത്, മറിച്ച് നമ്മുടെ ആത്മാവിൻ്റെ വളർച്ച വർദ്ധിപ്പിക്കുക, വിശ്വാസത്താലും അറിവിനാലും. മത്തിയാസ് അപ്പോസ്തലന്റെ ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അവ്യക്തവും പരസ്പര വിരുദ്ധവുമാണ്. നൈസെഫോറസിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ആദ്യം യഹൂദയിലും പിന്നീട് എത്യോപ്യയിലും സുവിശേഷം പ്രസംഗിക്കുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്തു എന്നാണ്. എത്യോപ്യയുടെ ഉൾഭാഗത്ത് പിസസ് കടൽ തുറമുഖത്ത് ഫാസിസ് നദീമുഖത്ത് ക്രൂരന്മാരോടും നരഭോജികളോടും മത്തിയാസ് സുവിശേഷം പ്രസംഗിച്ചു. അവിടെ അടക്കം ചെയ്തു. സൂര്യൻ്റെ ക്ഷേത്രത്തിന് സമീപം യഹൂദന്മാർ ജെറുസലേമിൽ വെച്ച് മത്തിയാസിനെ കല്ലെറിയുകയും തുടർന്ന് ശിരച്ഛേദനം ചെയ്യുകയും ചെയ്തതായി മറ്റൊരു പാരമ്പര്യം പറയുന്നു. വിശുദ്ധ ഹെലേന വിശുദ്ധ മത്തിയാസിൻ്റെ തിരുശേഷിപ്പുകൾ റോമിലേക്ക് കൊണ്ടുവന്നുവെന്നും അവയിലൊരു ഭാഗം ട്രിയറിൽ ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു. റോമിലുള്ളത് 120-ൽ ജെറുസലേമിലെ ബിഷപ്പായിരുന്ന വിശുദ്ധ മത്തിയാസിൻ്റെ അവശിഷ്ടങ്ങളല്ലെങ്കിൽ ആരുടേത് എന്ന ആശങ്ക നിലനിൽക്കുന്നതായും പറയപ്പെടുന്നുണ്ട്. പ്രിയരെ, എന്തുതന്നെയായാലും ദൈവത്തിൻ്റെ സമ്മാനമെന്നോണം 12 അപ്പോസ്തലന്മാരുടെ ഗണത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാൻ കാരണമായ ഈ വലിയ അപ്പോസ്തലൻ ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവൻ ത്യാഗം ചെയ്ത അപ്പോസ്തലനാണ്. ഈ അപ്പോസ്തലൻ്റെ പ്രത്യേക മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. സുവിശേഷത്തിൽ നാം കാണുന്നത് കർത്താവ് സ്നേഹത്തിൻ്റെ കൽപ്പന നൽകുന്നതാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. അതിന് ഉപോദ്ബലകമായി കർത്താവ് ആരംഭത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ്. സ്നേഹത്തിൻ്റെ സത്യം പിതാവിൽ നിന്നും പുത്രനിലേക്ക് ചൊരിയപ്പെടുകയും പുത്രൻ സ്നേഹമായി മാറിക്കൊണ്ട് സ്നേഹത്തിൻ്റെ നവ്യമായ കൽപ്പന നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഒന്നാമതായി, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു, അതേ സ്നേഹത്തോടെയാണ് ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് യേശു ഉറപ്പ് നൽകുന്നു. ഈ കൃപയാൽ എന്നെ അനുഗ്രഹിക്കാൻ യേശു ആഗ്രഹിച്ചേക്കുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് ധൈര്യമുണ്ടോ? ക്രിസ്തുവിൻ്റെ ഈ പ്രതിപാദ്യം എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്? എൻ്റെ ഹൃദയത്തിൽ ഞാനത് ആഴത്തിൽ അറിയുന്നുണ്ടോ? അഥവാ എനിക്കത് അറിയുവാൻ ആഗ്രഹമുണ്ടോ? രണ്ടാമതായി, സ്നേഹിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവ്. നിങ്ങൾ സ്നേഹിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായ അനുഭവം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നാം ആരെയെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ, അഥവാ ആ ആത്മാർത്ഥ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഓർക്കുവാൻ സാധിക്കുന്നുണ്ടോ? ആ ഓർമ്മ എങ്ങനെയുള്ളതാണ്? നാം
നാം പരസ്പരം സ്നേഹിക്കുക എന്നാണ് യേശുനാഥൻ നമുക്ക് നൽകിയ പുതിയ കൽപ്പന. യേശുവിനെ പോലെ ആയിരിക്കുകയെന്നാൽ ക്രിസ്തീയ ജീവിതം നമുക്ക് കഴിയുന്നത്ര സ്നേഹത്തോടെ ജീവിക്കുക എന്നാണ് യേശുനാഥൻ നമ്മോട് ആഹ്വാനം ചെയ്തത്. ഈ അനുഗ്രഹത്താൽ നിറയുക എന്നതിൻ്റെ അർത്ഥം യേശു ചെയ്തതുപോലെ ഒരു കുറവുമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കാനും സ്നേഹമായി മാറുവാനും ഉള്ള വിളിയാണ്. 3. യേശുവിൻ്റെ പുതിയ കൽപ്പന. നാം പരസ്പരം സ്നേഹിക്കുന്നു എന്നതാണത്. യേശുവിനെ പോലെ ആയിരിക്കുകയെന്നാൽ ക്രിസ്തീയ ജീവിതം നമുക്ക് കഴിയുന്നത്ര സ്നേഹത്തോടെ ജീവിക്കുക എന്നാണ് അർത്ഥം. ഈ അനുഗ്രഹത്താൽ നിറയുക എന്നതിൻ്റെ അർത്ഥം യേശു ചെയ്തതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്ന സ്നേഹമായി നാം രൂപാന്തരപ്പെടുക എന്നും. മറ്റുള്ളവരോടുള്ള എൻ്റെ സ്നേഹം അവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കരുത്. ഞാൻ നല്ലവനായാലും ചീത്തയായാലും നിസ്സംഗനായാലും യേശു എന്നെ പൂർണ്ണമായി സ്നേഹിക്കുന്നു. എൻ്റെ പ്രണയത്തിനും ആ ഗുണം ഉണ്ടാകണം. ഇത് വിലയേറിയ സ്നേഹമാണ്. അതിന് എൻ്റെ ജീവിതം തന്നെ വില നൽകേണ്ടതായി വരാം. എൻ്റെ ജീവിതത്തിൻ്റെ വില നൽകി, എൻ്റെ ജീവിതത്തെ ജീവനെ നേടിയെടുത്ത ക്രിസ്തുവിൻ്റെ വില നൽകി ഞാൻ സ്നേഹത്തെ ജീവിക്കുകയും അളക്കുകയും ചെയ്യുന്നിടത്ത് മാത്രമേ ഈ സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പനയ്ക്ക് ജീവൻ ഉണ്ടാവുകയുള്ളൂ. ഒടുവിലായി ഈ വലിയ പ്രണയം ഞാൻ കണ്ടാലും ഇല്ലെങ്കിലും സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കും. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ സ്നേഹം തൻ്റെ മരണശേഷം മാത്രമേ ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. എൻ്റെ സ്നേഹം പാഴായിപ്പോകുമെന്ന് തോന്നുമ്പോൾ ഞാൻ നിരുത്സാഹപ്പെടരുത്. യഥാർത്ഥ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. കൊരിന്തോസ് 1-8. സ്നേഹപൂർവകമായ പ്രവർത്തനങ്ങളാണ് നിത്യജീവൻ്റെ ജീവഘടകങ്ങൾ. പ്രിയമുള്ളവരെ, ഈ ദൈവസ്നേഹത്തിൻ്റെ മക്കളായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ മത്തിയാസ് അപ്പോസ്തലൻ്റെ തിരുനാളിൽ നമുക്കും ദൈവത്തിൻ്റെ സമ്മാനമായി മറ്റുള്ളവർക്കും ദൈവത്തിനും മാറുവാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.